നമസ്കാരം. ഭാര്യ തീയത്തിയാണെങ്കിൽ നിങ്ങൾ ആരാണ് ശ്രീരാമ? ജാതി പറയുന്നു. നല്ല ശ്രീരാമൻ്റെ പോസ്റ്റ് എടുത്ത് ട്രോളന്മാർ വലിയ ആഡംബരത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. കാരണം ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും കഴിഞ്ഞ ദിവസം വിവാഹിതയായി. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ താരങ്ങളുടെയൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നത്. ഇവിടെ താരമായി മാറിയത് ശ്രീരാമനാണ്, നടൻ ശ്രീരാമൻ. സാധാരണ ഈ താരവിവാഹങ്ങളെ ചൊല്ലി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. എന്നാൽ വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ റോബിൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ് പറയുന്നത്. അതേസമയം റോബിനും ആരതിക്കും ആശംസകൾ അറിയിച്ചെത്തിയ നടൻ കെ ശ്രീരാമൻ വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ വാങ്ങി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ്. താരവിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം വധൂവരന്മാർക്ക് ആശംസയൊക്കെ നേർന്നുകൊണ്ട് ശ്രീരാമൻ എഴുതിയ ഒരു കുറിപ്പാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വിവാദങ്ങൾക്കൊക്കെ വഴി തുറന്നു കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. നടൻ്റെ കുറിപ്പെന്ന് പറയപ്പെടുന്നത് അതിങ്ങനെയാണ്. ഇന്ന് ഗുരുവായൂരൊരു കല്യാണത്തിന് പോയി. എൻ്റെ തീയത്തിയുടെ കസിൻ്റെ മോളാണ് കല്യാണപ്പെണ്ണ്. പൊടീസ് എന്ന പേരിലുള്ള വസ്ത്രാലങ്കാര അല്ലെങ്കിൽ അലങ്കാര വസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ പെരുന്തച്ഛനാണ്. പെരുന്തച്ഛൻ്റെ ശ്രീലങ്കം എന്നാണ്, നിശ്ചല എന്നാണ് പറയപ്പെടുന്നത്. ആരതി പൊടി എന്നാണ് ആ കുട്ടിയുടെ പേരും. പൊടീസ് ബുട്ടീക്കിൻ്റെ പുതിയാപ്പിള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബിഗ് ബോസുമാണ്. ഫാഷൻ ഡിസൈനിങ്ങും റിയാലിറ്റി ഷോയും നമുക്ക് കേട്ടുകേൾവിയില്ലാതെ കണ്ടുകാണിയല്ല എന്ന് പറയട്ടെ. അതിനാൽ ആ മേഖലയിലേക്ക് നാം പ്രവേശിക്കുന്നില്ല. ഈ വൈവാഹികത്തിൽ തൃശ്ശൂർക്കാരൻ ഇമ്മട്ടി എന്ന ടോമിൻ്റെ റോൾ എന്താണെന്ന് അറിയില്ല എങ്കിലും റോളിംഗ് സ്റ്റോൺ ഗോദേഴ്സ് നോ മോസ് എന്നാണല്ലോ. അതുകൊണ്ട് പായലേ വിട പൂപ്പലേ വിട എന്നാണ് ഏഷ്യൻ പെയിൻറ്റ്സും പറയുന്നത്. അതിനാലും മംഗളം കേമമായി. ഉർസൂല വന്ന് എന്നോടെന്തോ പറഞ്ഞു. ഞാനത് കേട്ട പോലെ ഇരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഇളം കൂണുകളുടെ ഗന്ധം ഉയർന്നിരുന്നു എന്നും അതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നുവെന്നും ആയതിനാലാണ് കോഴിക്കോട്ടേക്ക് ഇന്ന് പോകേണ്ടതുണ്ട്. വട്ടാമ്പോയിൽ ചോയ്ക്കുട്ടി വൈദ്യരെയും മഠത്തിൽ മൂപ്പരെയും കാണണം. പാഠം 8 നൃത്തം ചെയ്യുന്ന മലയാളമാണ് എന്നുമാണ് ശ്രീരാമൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ശ്രീരാമന് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നടൻ ഭാര്യയെ വിശേഷിപ്പിച്ച തീയത്തി എന്ന വാക്ക്, ആ വാക്കാണ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജാതി എടുത്ത് പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചിലർ എത്തിയിരിക്കുന്നത്. ജാതി വെറിയാണ് എന്നും ജാതി അധിക്ഷേപത്തിന് വേണമെങ്കിൽ കേസെടുക്കാമെന്നും എന്നിങ്ങനെയൊക്കെ വളരെ പെട്ടെന്നാണ് ഈ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ശ്രീരാമനെതിരെ അമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് വിശദീകരണം നൽകിക്കൊണ്ടും അതിനോടൊപ്പം ചിലരെത്തുന്നുണ്ട്. തീയത്തി എന്ന് പറഞ്ഞാൽ കെട്ടിയോൾ എന്നതിൻ്റെ നാടൻ പ്രയോഗമാണ് എന്നാണ്. അതെനിക്കറിയില്ല കേട്ടോ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അല്ലാതെ ജാതി വെറിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് അദ്ദേഹം എഴുത്തിൽ സ്ഥിരമായി പറയുന്നൊരു നാടൻ പ്രയോഗമാണ്. ഭർത്താവിനെയും ഭാര്യയെയും മറ്റു സ്വന്തം ബന്ധങ്ങളെയും ഒക്കെ ഓരോ ഇഷ്ടപ്പേരുകളിൽ വിളിക്കുക എന്നുള്ളത് ചില പ്രദേശങ്ങളിലുള്ള രീതിയാണ് എന്ന്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരേ ജാതിയിലുള്ളവർ പരസ്പരം വിളിക്കുമ്പോൾ അത് ജാതി നോക്കിയല്ല എന്നും പെമ്പർ നോത്തി കെട്ടിയോൻ ഊടപ്പറന്നോൻ ഉടപ്പറന്നോൾ എന്നൊക്കെ വിളിക്കുന്ന അതുപോലെ തന്നെയാണ് ഇത് എന്നാണ് തോന്നുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് അവരുടെ നാടൻ വാക്കുകളൊക്കെ ഉൾപ്പെടുന്നത് കൂടിയാണ് എന്നുള്ള ചില വിശദീകരണങ്ങൾ കൂടി ചില വിശാരദന്മാർ ഇതുമായിട്ടെത്തുന്നുണ്ട്. എന്ത് വിശാരദന്മാരും ആയിക്കൊള്ളട്ടെ, ഭാര്യ തീയത്തിയാണ് എന്നുള്ളത് വിളിച്ചു പറയുകയും താൻ തീയനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ശ്രീമാൻ? ശ്രീരാമൻ എന്നുള്ള പേര് സ്വീകരിച്ച് ആ പേരിനോടൊപ്പം കളങ്കരഹിതനാണ് താൻ എന്ന് വരുത്തി ചേർക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഭാര്യ തീയത്തി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയോഗം ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്ന് സ്വയം തീരുമാനിക്കുക. പിന്നെ താങ്കൾ എഴുതി വെച്ച ആ കുറിപ്പുണ്ടല്ലോ, ആ കുറിപ്പ് സത്യത്തിൽ മറ്റാർക്കും മനസ്സിലായോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന രീതി ഭാര്യയല്ല കൂടപ്പിറന്നവളെ ആണെങ്കിലും സഹോദരിയാണെങ്കിലും അത്തരത്തിൽ ജാതീയമായി അധിക്ഷേപിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് പല തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്ന വിശാരദന്മാർ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതുപോലുള്ളവരെ വിശദീകരിച്ച് ന്യായീകരിച്ച് സ്വയം ഇല്ലാതാകാൻ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം ശ്രീരാമനെപ്പോലുള്ളവർക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല എഴുത്തുകാരനാണ്, നല്ല നടനുമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അത് ജാതീയമാണ് എന്ന് കേരളത്തിൻ്റെ ഭൂരിപക്ഷം സമൂഹം ചിന്തിച്ചാൽ
അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട, നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയുമല്ല എന്ന് പറയട്ടെ.